സംസ്ഥാനത്തെ 53 പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന മാസ് വിജിലൻസ് പരിശോധനയായ തണ്ടറിന്റെ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ തെളിയുന്നത് മാസപ്പടി പറ്റി ജീവിച്ചു പോകുന്ന ഉദ്യോഗസ്ഥരുടെ പിന്നാമ്പുറ കഥകളാണ്. 5 SIമാർക്കെതിരെ കർശന നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. മിക്ക സ്റ്റേഷനുകളിലും കൈനിറയെ കൈക്കൂലി വാങ്ങി ഒട്ടുമിക്ക കേസുകളിലും തീർപ്പാക്കാതെയിട്ടു. മാത്രമല്ല, മണൽ കടത്തുന്നവർ മുതൽ അങ്ങോട്ടുള്ള മാഫിയ കണ്ണികളുടെ ഇടനിലക്കാരായി പോലീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പൂർത്തിയായതിനു പിന്നാലെ ഇതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. അതിരാവിലെ മണൽ കടത്തുന്ന സംഘങ്ങളുമായി വരെ അടുത്ത ബന്ധമുള്ളവരെയാണ് മിക്ക സ്ഥലങ്ങളിലും ഡ്യൂട്ടിക്ക് ഇടുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പോലീസിൽ ക്രമക്കേടുകളും അഴിമതിയും വർദ്ധിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ കേരളത്തിലെ 53 പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയത്. മണ്ണ്, മണൽ, ക്വാറി, ബാർ മാഫിയകളാണ് സംസ്ഥാനത്തെ മിക്ക സ്റ്റേഷനുകളും ഭരിക്കുന്നതെന്നാണ് ഓപ്പറേഷൻ തണ്ടറിലെ കണ്ടെത്തൽ. പരിശോധനയുടെ വിവരങ്ങൾ മുൻകൂട്ടി ചോർത്തി നൽകാറുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. എറണാകുളം, കൊല്ലം, കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെ വലിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിർത്തി CIമാർ മാസപ്പടി പറ്റുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് ബെഹ്റ അറിയിച്ചു. കാസർഗോഡ്, ബേക്കൽ, കുമ്പള പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. മണൽക്കടത്തിന് ഒത്താശ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച തുടങ്ങിയവ കണ്ടെത്തി. കുമ്പള, ബേക്കൽ CIമാർക്കെതിരെ നടപടിക്ക് ശുപാർശയും ചെയ്തു. സ്റ്റേഷൻ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് കണ്ണൂരിൽ 3 SHOമാർക്കെതിരെ നടപടിക്ക് ശുപാർശയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ്, ബേക്കൽ, കോഴിക്കോട് ടൗൺ എന്നീ സ്റ്റേഷനുകളിൽ യാതൊരു കേസും രേഖയുമില്ലാതെ സ്വർണം പിടിച്ചുവച്ചതായി കണ്ടെത്തി. കരുനാഗപ്പള്ളിയിൽ 80,000 രൂപയുടെയും പയ്യോളിയിൽ 57,000 രൂപയുടെയും കോഴിക്കോട് ടൗണിൽ 3,000 രൂപയുടെയും ക്രമക്കേടുകൾ സ്ഥിരീകരിച്ചു. കണ്ണൂരിലെ കുളവല്ലൂർ, മലപ്പുറത്തെ അരീക്കോട്, കാസർഗോഡ്, ബേക്കൽ എന്നിവിടങ്ങളിലാണ് കേസുകളില്ലാതെ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത്. പല സ്റ്റേഷനുകളിൽ നിന്ന് ഇതുപോലെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. നിരപരാധികളിൽ നിന്ന് പണം വാങ്ങാനുള്ള നീക്കമാണിതെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ചിറയിൻകീഴ്, പന്തളം സ്റ്റേഷനുകളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിയമവിരുദ്ധമായി ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകും. പരാതികളുണ്ടെങ്കിലും പലയിടത്തും 2012 ശേഷം ക്വാറി, മണൽ മാഫിയകൾക്കെതിരെ കേസെടുത്തിട്ടില്ലെന്ന് കണ്ടെത്തി. സ്ഥലപരിശോധന കൂടി നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും. ഇടുക്കി ജില്ലയിലെ 3 പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കണക്കിൽപ്പെടാത്ത പണവും കണ്ടെത്തിയിരുന്നു. അടിമാലി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തി. ആഭരണങ്ങൾ പ്രളയത്തിൽ ഒഴുകിയെത്തിയതാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ബേക്കൽ, കോഴിക്കോട് ടൗൺ സ്റ്റേഷനുകളിൽ നിന്നും സ്വർണവും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് പോലീസും രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘം ഉണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ക്വാറി, ലോറി, ബ്ലേഡ് പലിശ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നു. SIമാർ ഉൾപ്പെടെയുള്ള ഇടനിലക്കാർ മണൽ ലോറികൾ വിട്ടുനൽകുന്നുവെന്നും കണ്ടെത്തി. വാഹനാപകടം അഭിഭാഷകരെ അറിയിച്ച് പോലീസ് കമ്മീഷൻ വാങ്ങുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ റെയ്ഡ് ഈ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് പരിശോധന അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ. കാസർഗോഡ്, കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്ന മണലൂറ്റ് കേന്ദ്രം പോലീസ് സഹായത്തോടെ പ്രവർത്തിക്കുന്നുവെന്നും കണ്ടെത്തി. മറ്റ് ചില അനധികൃത ക്വാറികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഉറപ്പുവരുത്താൻ ക്വാറി ഉടമകളുടെ കൈവശമുള്ള രേഖകളും പരിശോധിക്കണമെന്നാണ് SPമാർ നൽകിയ റിപ്പോർട്ട്. കുമ്പള സ്റ്റേഷനിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കിയതായും കണ്ടെത്തി. ഇതിനായി സംശയമുള്ള കേസന്വേഷണ ഫയലുകൾ വിജിലൻസ് പരിശോധിക്കും. ചില സ്റ്റേഷനുകളിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണവും പിടികൂടിയിട്ടുണ്ട്. കേസ് രജിസ്റ്ററുകൾ മിക്ക സ്റ്റേഷനുകളിലും കൃത്യമായി സൂക്ഷിക്കുന്നില്ല. പരാതിക്കാർക്ക് രസീതുകൾ നൽകുന്നുമില്ല. കേസിലൊന്നും ഉൾപ്പെടാത്ത നിരവധി വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരുന്നുവെന്ന് വിജിലൻസ് SPമാരുടെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം 45 സർക്കാർ വകുപ്പുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.